നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന KASന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് വന്നു. ഇന്ന് KASന്റെ നോട്ടിഫിക്കേഷൻ വന്നതിനോടൊപ്പം തന്നെ അതിന്റെ സിലബസും വന്നിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയി KS നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അമൽ സാർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സിലബസ്, എന്തൊക്കെയാണ് സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷനകത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണ് സ്കീം ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയാം ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓൾറെഡി കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ പാറ്റേണിൽ നടത്തിയ, അതായത് തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷനിൽ നടത്തിയ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഈ വർഷവും എന്ത് ചെയ്യുകയാണ്, നോട്ടിഫിക്കേഷൻ നടക്കുകയാണ്. പ്രിലിമിനറി പരീക്ഷയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട പേപ്പറുകളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. അതിൽ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നു, ഒന്നാമത്തെ പേപ്പറിൽ ജനറൽ സ്റ്റഡീസ് 1 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് 1.5 മണിക്കൂർ സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ്, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എവിടെ കിട്ടുക, പ്രിലിമിനറി എക്സാമിനേഷനിൽ കിട്ടുക. എന്നാൽ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വളരെ വിശദാത്മകമായി എഴുതേണ്ടുന്ന പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതിനുശേഷം ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ പേപ്പർ 1 കിട്ടി, അത് ജനറൽ സ്റ്റഡീസ് ആണെന്ന് മനസ്സിലായി. അവിടെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം ആയിട്ട് ലഭിക്കുക. ഇനി പേപ്പർ 2ലേക്ക് എത്തുമ്പോഴോ, പേപ്പർ 2 നോക്കി കഴിയുമ്പോൾ അവിടെയും MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവിടെയും 1.5 മണിക്കൂർ തന്നെയാണ് സമയം. ഇവിടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 50 മാർക്ക് എന്താണ്, പാർട്ട് 1, അതായത് ജനറൽ സ്റ്റഡീസ് 2ൻ്റെ പാർട്ട് 1 അവിടെ നിങ്ങൾക്ക് 50 മാർക്കിന് പേപ്പർ 2 ഉണ്ടാകും. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, നമ്മുടെ മലയാളം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയാണ് പാർട്ട് 2 വരിക. ദെൻ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ രണ്ട് പാർട്ടുകൾ, പാർട്ട് 1 ആൻഡ് പാർട്ട് 2, ദെൻ പാർട്ട് 3, അങ്ങനെ 3 പാർട്ടുകളിലായിട്ടാണ് എന്ത് നടക്കുന്നത്, പേപ്പർ 2 നടക്കാം. അവിടെ പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 2 ആണ്. കാരണം എന്താണ്, ഇവിടെ ജനറൽ സ്റ്റഡീസ് 1 നമ്മൾ കവർ ചെയ്യുന്നു, എന്താണ് ഈ ജനറൽ സ്റ്റഡീസിനകത്തിലുള്ളത് എന്നുള്ളതും ഓരോ സിലബസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഇവിടെ പറയുന്നത് കണ്ടോ, 2025 ജൂൺ മാസം എന്നാണ് 14-ാം തീയതി. 2025 ജൂൺ മാസം 14-ാം തീയതി ഫോർനൂൺ ആണ് പേപ്പർ 1ൻ്റെ എക്സാമിനേഷൻ നടക്കുക. ദെൻ ആഫ്റ്റർനൂൺ ആണെങ്കിൽ അന്ന് തന്നെ ആഫ്റ്റർനൂൺ ആണ് എന്ത് നടക്കുന്നത്, പേപ്പർ 2. അപ്പോൾ ഒരു ദിവസം തന്നെയാണ് രണ്ട് എക്സാമിനേഷനും പ്രിലിമിനറിയുടെ നടക്കുന്നത്. അത് ജൂൺ മാസം 14-ാം തീയതിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ജൂൺ മാസം 14-ാം തീയതി, അതായത് നമ്മളിപ്പോൾ മാർച്ച് മാസമാണ് നിൽക്കുക. അപ്പോൾ മാർച്ച് മാസം തൊട്ട് ജൂൺ മാസം വരെയുള്ള സമയമാണ് അല്ലേ, ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ ഒരു 3 മാസത്തെ സമയം, ഒരു 90 ദിവസത്തെ സമയം നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിലിമിനറി എക്സാമിന് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങണം. ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി വരികയാണ്, മെയ് മാസം 24-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും KS പ്രിലിമിനറി എക്സാമിനേഷനും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ടുള്ള ഒരു സമയമാണ്. ആ ഒരു രീതിയിൽ വളരെ കോംപ്രിഹെൻസീവ് ആയി രണ്ടും, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ആയിക്കോട്ടെ, അതായത് ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, KSന്റെ പ്രിലിംസ് ആയിക്കോട്ടെ, കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ KSന്റെ പ്രിലിംസിൽ വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ്, ഏകദേശം ഒരേപോലെ എക്സാമിനേഷൻ വരുന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. പേപ്പർ 1ഉം 2ഉം 2 പേപ്പറുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി. അതിൽ പേപ്പർ 1 എന്ന് പറയുന്ന ജനറൽ സ്റ്റഡീസ് 1 ആണ്. 1.5 മണിക്കൂർ എക്സാമിനേഷൻ ടൈം ഉണ്ടാകും. ഒരേ ദിവസം തന്നെ ഫോർനൂണും ആഫ്റ്റർനൂണുമാണ് പേപ്പർ 1ഉം 2ഉം നടക്കുന്നത് മനസ്സിലാക്കുക. പേപ്പർ 2 എന്ന് പറയുന്നത് 3 പാർട്ടുകളിലായിട്ടാണ്. അതിൽ പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 2ഉം, ദെൻ മലയാളം പാർട്ട് 2 ആണ്, ദെൻ പാർട്ട് 3 ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് വരിക. അതിൽ ജനറൽ സ്റ്റഡീസ് പാർട്ട് 2 നമ്മുടെ പ്രിലിമിനറിയുടെ പേപ്പർ 2 വരുമ്പോൾ 50 മാർക്കും, ദെൻ 30 മാർക്ക് വരുന്നത് മലയാളം ലാംഗ്വേജിനാണ്. 30 മാർക്ക് മലയാളം ലാംഗ്വേജിന് വരുന്നുണ്ട്. ഇംഗ്ലീഷ് 20 മാർക്ക്. ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പ്രിലിമിനറി പരീക്ഷയ്ക്ക് മലയാളം ലാംഗ്വേജിന് 30 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിലുള്ള മലയാളം പോലെയല്ല, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മലയാളം അവിടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. 30 മാർക്ക് അവിടെ മലയാളത്തിലുണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെയും 100 മാർക്കാണ് വരിക. ടോട്ടൽ അവിടെയും 100 മാർക്കാണ് പേപ്പർ 2ലും വരിക. അങ്ങനെ
100 മാർക്കിന്റെ 2 എക്സാം ഫോർനൂണും ആഫ്റ്റർനൂണുമായി നടക്കുന്നു. ഇതാണ് പ്രിലിമിനറി പരീക്ഷയുടെ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. ഇനി പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. മെയിൻസ് എക്സാമിനേഷൻ മെയിൻസിലെ 3 പേപ്പറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3. അങ്ങനെ 3 പേപ്പറുകളായിട്ടാണ് തിരിച്ചിരിക്കുക. അതിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1 ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന 3 പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. 100 മാർക്കാണ് പേപ്പർ 1-നുള്ളത്. 2 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ പേപ്പർ 1 100 മാർക്കുണ്ട്, അത് 2 മണിക്കൂറാണ്. എന്നാണ് എക്സാമിനേഷൻ നടക്കുന്നത്? 2025 ഒക്ടോബർ മാസമാണ് കേട്ടോ. അതും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയുടെ സമയമാണ്. അതേ സമയത്ത് തന്നെയാണ് KASന്റെ മെയിൻസും ഉണ്ടാവുന്നത്. ഒക്ടോബർ മാസം 17-ാം തീയതി ഫോർനൂണിനാണ് എന്ത് നടക്കുന്നത്? മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 1 നടക്കുക. ഇനിയും അന്നേ ദിവസം തന്നെ ആഫ്റ്റർനൂണിലാണ് ജനറൽ സ്റ്റഡീസ് 2-ന്റെ എക്സാമിനേഷൻ, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് 2-ന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അത് 100 മാർക്കാണ്. അവിടെയും 2 മണിക്കൂർ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ലഭിക്കുന്നത്. ദെൻ അതിനുശേഷം പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് 3 ആണ്. അതിനും 100 മാർക്ക് തന്നെയാണ്. 2 മണിക്കൂറാണ് എക്സാമിനേഷൻ ലഭിക്കുക. അവിടെ എന്താണ് പക്ഷേ ഡേറ്റ് തൊട്ടടുത്ത ദിവസം 18-ാം തീയതി. ഓക്കെ, ഒക്ടോബർ മാസം 18-ാം തീയതി ഫോർനൂണാണ് എന്ത് നടക്കേണ്ടത്? ഈ പറയുന്ന പേപ്പർ 3 നടക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻസ് എക്സാമിൻ്റെയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് മുൻപിലുണ്ട്. പേപ്പർ 1 ആണ് എങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നാ നടക്കുന്നത്? പ്രിലിമിനറി എക്സാമിനേഷൻ ജൂൺ മാസമാണെന്ന് നമുക്കറിയാം അല്ലേ? ജൂൺ മാസം 14-ാം തീയതി എന്ന് കിടപ്പുണ്ട്. 2 പേപ്പറുകളുണ്ട്, ഫോർനൂണും ആഫ്റ്റർനൂണുമായിട്ടാണ് നടക്കുക. ഓക്കെയാണ്. 100 മാർക്ക് വെച്ച് തന്നെയാണ് 2 പേപ്പറിനും കിട്ടുക. പേപ്പർ 2-ലാണ് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ കൂടി ഉൾപ്പെടുക. ക്ലിയർ? ദെൻ അതിനുശേഷം നമ്മൾ നേരെ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ 3 പേപ്പറുകളുണ്ട്. അവിടെ ഒക്ടോബർ മാസം 17, 18 എന്നീ ദിവസങ്ങളിലായി നടക്കുന്നു. 17-ാം തീയതി 2 എക്സാമുകളുണ്ട് നമ്മൾ പറഞ്ഞു. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ക്ലിയർ? ദെൻ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആണെങ്കിൽ അത് 18-ാം തീയതിയുമാണ് നടക്കുക എന്നും ക്ലിയർ ആണ്, വ്യക്തമാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ 2 മണിക്കൂറാണ് എക്സാം. പ്രിലിമിനറിയിൽ 1.5 മണിക്കൂറാണ് എക്സാം. ഓക്കെ ആണല്ലോ? സെറ്റാണ്. ഇതെല്ലാം കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് 45 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക. ദെൻ ഇൻ്റർവ്യൂവിന് ജനുവരി ഫെബ്രുവരി 2026 സമയത്താണ് ഇൻ്റർവ്യൂ നടക്കേണ്ടത്. അവിടെ 45 മാർക്ക് ഇൻ്റർവ്യൂവിനുണ്ട്. സാധാരണ PSC പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ 20 മാർക്കാണ്. പക്ഷേ KSന് എത്ര മാർക്കുണ്ട്? 45 മാർക്കുണ്ട്. മെയിൻസിൻ്റെ ഈ 3 പേപ്പറുകളുടെ മാർക്കും അതേപോലെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് അവസാനം എത്തുക എന്ന് മനസ്സിലാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രിലിമിനറിയുടെ ഡീറ്റെയിൽഡ് സിലബസ്. പേപ്പർ 1 1.5 മണിക്കൂർ, പേപ്പർ 2 1.5 മണിക്കൂർ. രണ്ടും 100 മാർക്കിൻ്റെ സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതിൽ പേപ്പർ 1-ലേക്ക് വന്നാൽ എങ്ങനെയാണ്? ജനറൽ സ്റ്റഡീസ് 1 അവിടെ ഹിസ്റ്ററിയാണ് ആദ്യം കിടക്കുക. ഇവിടെ മെഡീവിയൽ ആൻഷ്യൻ ഹിസ്റ്ററി പറയുന്നുണ്ട് അല്ലേ? മെഡീവിയൽ പീരീഡിനെ പറ്റിയിട്ടും ആൻഷ്യൻ പീരീഡിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമ്മൾ PSCയിൽ ഒരു പരിധി വരെ നമ്മൾ ഈ ആൻഷ്യൻ്റ് പഠിക്കാറില്ല, ആൻഷ്യൻ സിലബസിലില്ല. മെഡീവിയൽ ആണെങ്കിൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്തൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ആ ഭാഗത്തെ പറ്റി, ആൻഷ്യൻ്റ് മെഡീവിയൽ പീരീഡിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ മോഡേൺ പീരീഡ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ മോഡേൺ പീരീഡ് പഠിക്കണം. ഇത് സാധാരണ ഡിഗ്രി പ്രിലിമിനറിയുടെ ആ ഒരു സിലബസിൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് അല്ലേ? അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ് നോക്കണം. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട സ്ട്രഗിൾസിനെ പറ്റി നോക്കണം. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിഗ്രി പ്രിലിമിനറിക്കും പഠിക്കുന്നത് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പം മോഡേൺ ഹിസ്റ്ററി അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കേരള ഹിസ്റ്ററിയാണ് 3-ാമത്തെ ടോപ്പിക്ക്. കേരള ഹിസ്റ്ററി നമ്മൾ നോക്കണം. കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിക്കണം. ദെൻ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. വേൾഡ് ഹിസ്റ്ററി ഫ്രം മിഡ് 18th സെഞ്ചുറി, 18th സെഞ്ചുറിയുടെ മിഡ് തൊട്ട് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാറുകൾ, ഓക്കെ, നാഷണൽ ബൗണ്ടറികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊളോണലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ, ദെൻ കമ്മ്യൂണിസം, ഓക്കെ, ക്യാപിറ്റലിസം, സോഷ്യലിസം, ആ ഒരു രീതിയിലാണ് എന്ത് കിടക്കുക? വേൾഡ് ഹിസ്റ്ററി. നമ്മൾ പഠിക്കാറുള്ളത് പോലെ അമേരിക്കൻ റവല്യൂഷൻ, അതേപോലെ തന്നെ ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി അല്ലേ വേറൊരു ആംഗിളിലാണ് വേൾഡ് ഹിസ്റ്ററി കാണാനായിട്ട് കഴിയുക. ദെൻ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള മറ്റൊരു ടോപ്പിക്കാണ്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഈ ഒരു ടോപ്പിക്കാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇട്ടിരിക്കുക. അതായത്
അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടുകളായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും നമ്മൾ സിവിക്സ് റീജിയനിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൂടി, ഡിഗ്രി പ്രിലിംസിന് സിവിക്സ് റീജിയനിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൂടി എവിടെ വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ട് തന്നെ പറയുന്നു. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, ദെൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ എവിടെ പറയുന്നുണ്ട്, ഈ ഒരു പേപ്പർ 1ന്റെ സിലബസിൽ തന്നെ വരുന്നുണ്ട്. ദെൻ നോക്കിയേ, ഇവിടെ ഈയിലാണ് ഇവിടെ മാത്സ് പറയുന്നുണ്ട് കേട്ടോ. പ്രിലിമിനറിയുടെ പേപ്പർ 1ൽ തന്നെയാണ് മാത്സിൽ പറഞ്ഞിരിക്കുന്നത് റീസണിങ്, മെന്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്. ഓക്കെ, റീസണിങ്, മെന്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്. അവിടെ നോക്കിയടാ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനാലിറ്റിക്കൽ എബിലിറ്റി നമ്മൾ പഠിക്കുന്ന തന്നെയുള്ള കാര്യങ്ങളാണ്. ദെൻ നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബ്ലം റിലേറ്റഡ് ടു റിലേഷൻസ്. ഓക്കെ, ദെൻ ഷേപ്സ് ആൻഡ് ദെയർ സബ്സെക്ഷൻസ്, വെൻ ഡയഗ്രാം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്ലോക്ക്, കലണ്ടർ, ഏജ്, സിമ്പിൾ അരിത്മെറ്റിക്. ഇത് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി മെയിൻസിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്ന ഭാഗമാണ്. ഓക്കെ, അതത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് വരുന്നില്ല. അപ്പം ആ ഒരു ഭാഗവും പേപ്പർ 1ൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ ജോഗ്രഫിയുടെ സിലബസ്, സോളാർ സിസ്റ്റം ഉൾപ്പെടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ജോഗ്രഫിയിലും നമുക്ക് പേപ്പർ 1ൽ തന്നെ കാണാനായിട്ട് കഴിയും. ദെൻ അതിന് ശേഷം പേപ്പർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇത്രയും കാര്യങ്ങൾ ഈ ജോഗ്രഫി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പേപ്പർ 1ൽ പഠിക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ, ജോഗ്രഫി പോലെ, മാത്സ്, മെന്റൽ എബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ കിടപ്പുണ്ട്, പേപ്പർ 1ലുണ്ട്. ദെൻ അതേ ദിവസം തന്നെ പേപ്പർ 2 എന്ത് ചെയ്യുന്നു, ആഫ്റ്റർനൂണിലാണ് നടക്കുക. അവിടെ ജനറൽ സ്റ്റഡീസ് 2 ആണുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ ഇക്കോണമി ആൻഡ് പ്ലാനിങ് ആണ് അല്ലേ. ഇക്കോണമി ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് 9ഓളം സെക്ഷനുകളായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയി ഇക്കണോമിക്സിനെ കൈകാര്യം ചെയ്യുന്ന, ഇക്കണോമിക്സ് മീൻസ് ഇക്കോണമിയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ നോക്കി ഇന്ത്യയുടെ ഇക്കോണമി എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ്, ഇൻ ദ ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് പ്ലസ് 1ൽ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ദെൻ അതിനുശേഷം പോസ്റ്റ് പീരീഡുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഇക്കോണമിയുടെ ഡീറ്റെയിൽസ് നോക്കണം. ദെൻ ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെ, LPGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീതി ആയോഗ്, നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ. അപ്പം ഈ സെക്ടറൽ കോമ്പോസിഷൻ, അതായത് നമ്മുടെ സെക്ടേഴ്സ് ഇൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ഡെവലപ്മെന്റ് അണ്ടർ പോളിസി റെജീംസ് അല്ലെ, 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇക്കണോമിക്സ് കോൺസെപ്റ്റ്സ് റിലേറ്റഡും അതേപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേരുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ളൊരു സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇക്കോണമി ആൻഡ് ഇക്കോണമിക്സ് അത് കമ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഭാഗമായിട്ട് ഈ ഒരു എക്കണോമിക് സിലബസ് കാണാൻ പറ്റും. ദെൻ അഗ്രികൾച്ചറൽ സെക്ടറുമായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ പോളിസീസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യൻ എക്കോണമി അല്ലേ, അതുമായി ബന്ധപ്പെട്ട റെയിൽവേ, എയർപോർട്ട്, പോർട്സ്, ദെൻ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ദെൻ ട്രെൻഡുകൾ, നമ്മുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റ്, പബ്ലിക് ഫിനാൻസ്, അതിൻ്റെ വിവിധ കോമ്പോണൻറ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദെൻ GST, ടാക്സ് സിസ്റ്റത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് എവിടെ വരുന്നത്, എക്കണോമിക്സിൽ വരിക. ഇവിടെ 9ാമത്തെ ഭാഗത്തൊരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ, ഓക്കെ, കേരളത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ, കേരള മോഡൽ പേഴ്സ്പെക്റ്റീവിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇച്ചിരി വേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക്സിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ സിലബസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. then അതിനുശേഷം ബി പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തിൽ നമ്മുടെ പ്രിലിമിനറി സിലബസിനകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭാഗമാണ്. എന്നാൽ അതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് വന്നുകൊണ്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി ഉണ്ട്. എനർജി ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ഒരു ICT എന്ന് പറയുന്നൊരു ഭാഗം, ഓക്കെ, എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് കുറച്ചുകൂടി ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കയറി വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഓക്കെയാണ്. പിന്നെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ഇവൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പരാമർശമുണ്ട്. ദെൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ ടെൻസസ്, സിനോണിംസ്, ഫ്രേസൽ വെർബ്, ആന്റോണിം, എറർ കറക്ഷൻ, adjective, adverb, reported speech, active voice, passive voice, auxiliary verb, question tag, degrees of comparison, then punctuations, idioms, phrases, simple, compound, complex sentences, connectives, ഇങ്ങനെ സിലബസിനെ മിക്സ് ചെയ്തുകൊണ്ട്, അതായത് വൊക്കാബുലറിയും അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷും കൂടി
മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് കഴിയും. ദെൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാലോ, മലയാളത്തിലേക്ക് എത്തുമ്പോൾ 30 മാർക്ക് മലയാളത്തിൽ നമുക്ക് എന്തുണ്ട്, സെക്കൻഡ് പേപ്പറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 30 മാർക്കിൻ്റെ റീജിയനാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ അവിടെ 20 മാർക്കിൻ്റെ റീജിയനാണ്. ദെൻ ബാക്കിയുള്ള 50 മാർക്ക് GS-നാണ്. ഇവിടെ പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം, സമാനപദം, വിപരീത പദം, സ്ത്രീലിംഗം, പുല്ലിംഗം, പിരിച്ചെഴുത്തൽ, ചേർത്തെഴുത്തൽ, വചനം, ഘടകപദം, വാക്യശുദ്ധി, ശൈലികൾ, സംഗ്രഹണം, വിപുലനം, ഔദ്യോഗിക ഭാഷാ പരിചയം, പരിഭാഷ, ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ നോർമലി PSCക്ക് പഠിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള കാര്യങ്ങളും മറ്റ് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ കൂടി എവിടെ പഠിക്കാനുണ്ട്, മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം അങ്ങനെയാണ് പ്രിലിമിനറിയുടെ സിലബസ് വരിക. എന്നാൽ മെയിൻസിലേക്ക് എത്തുമ്പോൾ 3 പേപ്പറുകളാണ്. പേപ്പർ 1, പേപ്പർ 2 ആൻഡ് പേപ്പർ 3. പേപ്പർ 1-നും 2-നും 3-ക്കും ഒരേ മാർക്ക് തന്നെയാണ്, ഒരേ സമയം തന്നെയാണ്. 2 മണിക്കൂറാണ് സമയമായിട്ട് ലഭിക്കുക കേട്ടോ. 2 മണിക്കൂറാണ് സമയമായിട്ട് ലഭിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ജനറൽ സ്റ്റഡീസിൻ്റെ പാർട്ട് 1 അല്ലെങ്കിൽ പേപ്പർ 1-ലേക്ക് വരുമ്പോൾ അവിടെ ഹിസ്റ്ററി, നമ്മൾ മറ്റേടത്ത് പേപ്പർ 1 കണ്ടതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത് പേപ്പർ 2 ആണ് കേട്ടോ. പേപ്പർ 1-ൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലേ. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ തന്നെ നമ്മുടെ കേരള ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നു. ദെൻ പേപ്പർ 2-ലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെയും 100 മാർക്ക് തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലേ. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ദെൻ കറണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് 100 മാർക്ക് വരിക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ വിശാലമായിട്ട് വരാം. നമ്മൾ വളരെ അകത്തേക്ക് കയറി ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക്, ഡിസ്ക്രിപ്റ്റീവായുള്ള പരീക്ഷ വരുമ്പോൾ. ശരി, ദെൻ പേപ്പർ 3-ലേക്ക് എത്തുമ്പോഴോ, പേപ്പർ 3-ൽ ഇക്കോണമി ആൻഡ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് പേപ്പർ 3-ലേക്ക് എത്തുമ്പോഴത്തേക്കും എക്കോണമി ആൻഡ് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. അത് 9ഓളം ഭാഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ജോഗ്രഫി, ഇക്കോണമി ആൻഡ് പ്ലാനിങ്, ജോഗ്രഫി, ഈ 2 ഭാഗങ്ങളാണ് ഇവിടെ വരിക, നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരിക. ഓക്കെ, എക്കണോമിക്സിൻ്റെ ഭാഗത്ത്, ജോഗ്രഫിയുടെ ഭാഗത്തൂടെ വരിക പേപ്പർ 3-ലേക്ക് എത്തുമ്പോഴത്തേക്കും. then അവിടെയും കറണ്ട് ഇഷ്യൂസ്, എക്കോണമിയുമായി ബന്ധപ്പെട്ടും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കറണ്ട് അഫെയർ കൂടി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പരീക്ഷയ്ക്കായിട്ട് വരിക. ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുക. അതായത് പ്രിലിമിനറിയുടെ സിലബസും മെയിൻസിൻ്റെ സിലബസും ഏകദേശം ഒരേപോലെ താതാത്മ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രിലിമിനറിയിൽ നമ്മൾ ഓബ്ജക്റ്റീവ് ബേസ്ഡായിട്ട് എഴുതുന്ന കാര്യങ്ങൾ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് സെയിം ആയിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെയാണ്. അപ്പം നിങ്ങൾക്ക് KSന്റെ സിലബസ്, പ്രിലിമിനറി മെയിൻ സിലബസ് എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ ഓരോന്നും നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സെഷൻസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒരുമിച്ച് ഡിഗ്രി പ്രിലിംസും മെയിൻസും ഒക്കെ ഒരുമിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠനം പോകട്ടെ. താങ്ക് യു. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം.